ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇസ്ലാം ഒരു അറബി വാക്കാണ്. നമ്മളെല്ലാവരും പരിചയപ്പെട്ടിട്ടുള്ള, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം എന്ന ഈ അറബി വാക്കിൻ്റെ അർത്ഥം? ആ വാക്കുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് സമർപ്പണം, സമാധാനം എന്ന ആശയത്തിലാണ്. സർവ്വലോകരക്ഷിതാവും സംരക്ഷകനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ പ്രപഞ്ചനാഥന് സ്വന്തം ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന സമാധാനവും ആശ്വാസവും സന്തോഷവും ആ നിലയിലാണ് ഇസ്ലാം എന്ന അറബി വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവൻ്റെ നിയമങ്ങൾക്കും അവൻ്റെ കൽപ്പനകൾക്കും ഒരു മനുഷ്യൻ വിധേയമാവുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു വലിയ സമാധാനം. നമുക്കറിയാം, ഒരു റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, അതിന് ബെല്ലും ബ്രേക്കും റോഡിലെ നിയമങ്ങളും പാലിക്കുന്നില്ല എങ്കിൽ ആ റോഡിൽ നടക്കുന്ന ആക്സിഡൻറ്റ്, അപകടങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയാണ്. അതുപോലെ തന്നെയാണ് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന, നീങ്ങിക്കൊണ്ടിരിക്കുന്ന, ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില നിയമങ്ങളും ചില നിർദ്ദേശങ്ങളും ഒക്കെയും അത്യാവശ്യമാണ്. അത്തരം നിയമങ്ങളും നിർദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരിലൂടെയും ഓരോ കാലഘട്ടത്തിലും ജനങ്ങൾക്ക് വേണ്ടി, പ്രവാചകന്മാർ വഴി ജനങ്ങൾക്ക് വേണ്ടി വേദഗ്രന്ഥങ്ങൾ വഴി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ വേദഗ്രന്ഥങ്ങളിലൊക്കെയും ചർച്ച ചെയ്യപ്പെടുന്നതും ഏറ്റവും മുഖ്യമായതും പ്രധാനമായതും ഇസ്ലാം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഈ മതത്തെ സംബന്ധിച്ചാണ്. ആയതിനാൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ വാക്ക് അത് ഒരു അറബി വാക്ക് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആശയം, അതിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ മഹിമയും ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വാക്ക് ഉണ്ടാക്കുന്ന, ചില ആളുകളിൽ ഉണ്ടാക്കി തീർക്കുന്ന തെറ്റിദ്ധാരണകൾ ഇല്ലാതാകുവാൻ, ആ ഒരു ആശയത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. ആ നിലയിൽ ആ പദത്തെ മനസ്സിലാക്കുകയും ആ പദം പ്രവാചകന്മാർ, പ്രവാചകന്മാർ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ദീനിൻ്റെ പേരാണെന്നുള്ള ഒരു തിരിച്ചറിവ് ലഭിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ ആളുകളിൽ നിന്നും മാറിക്കിട്ടും. ആ നിലയിലേക്ക് വളരാനും പഠിക്കാനും മനസ്സിലാക്കാനും ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.